ഹായ് ആട് 3 എന്ന സിനിമ തിയേറ്ററുകളിൽ വലിയ വിജയമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ വീക്കെൻഡിൽ 87 കോടി നേടി എന്നുള്ളതാണ് ഒഫീഷ്യൽ കളക്ഷൻ. പക്ഷേ ട്രാക്കേഴ്സിന്റെ കണക്കിൽ 82 കോടി 53 ലക്ഷമാണ് നേടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒഫീഷ്യൽ കണക്കും ഈ പറഞ്ഞ ട്രാക്കേഴ്സ് കണക്കും 5 കോടിയോളം വ്യത്യാസം കാണിക്കുന്നുണ്ട്. എന്തായാലും 82 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ സിനിമയുടെ കളക്ഷൻ ഇപ്പോൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മൾക്കറിയാം ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച കളക്ഷൻ ഇടിയും എന്നുള്ളൊരു കാര്യം. പക്ഷേ സിനിമയ്ക്ക് ആദ്യ 3 ദിവസത്തിൽ കിട്ടിയ കളക്ഷനേക്കാളും കുറവാണ് ഞായറാഴ്ച ദിവസം വന്നിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയുന്നു. സാധാരണഗതിയിൽ ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ വരേണ്ടത്. പക്ഷെ ഞായറാഴ്ചയാണ് ആട് 3ക്ക് കളക്ഷൻ ഇടിഞ്ഞിരിക്കുന്നത്. ശനിയാഴ്ച 23 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമ ഞായറാഴ്ച വെറും 16 കോടിക്ക് മുകളിൽ മാത്രമാണ് നേടാനായത്. ആട് 3 എന്ന സിനിമ ആദ്യ ദിവസം 18 കോടി 1 ലക്ഷം രൂപയും, രണ്ടാമത്തെ ദിവസം 24 കോടി 66 ലക്ഷം രൂപയും, മൂന്നാമത്തെ ദിവസം 23 കോടി 65 ലക്ഷം രൂപയും, നാലാം ദിവസമായ ഞായറാഴ്ച 16 കോടി 21 ലക്ഷം രൂപയാണ് നേടിയെടുത്തത്. അങ്ങനെ 82 കോടി 53 ലക്ഷം രൂപ. തീർച്ചയായും വലിയ ഒരു വിജയം തന്നെയാണ്. പക്ഷെ കളക്ഷൻ കാര്യമായി ഇടിയുന്നുണ്ട്. തിങ്കളാഴ്ച ദിവസം, അതായത് ഇന്നലെ 10 കോടി പോലും തികച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയുന്നു. 8 കോടിക്ക് താഴെയാണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഇന്നലത്തോടു കൂടി 90 കോടിക്കടുത്ത് അല്ലെങ്കിൽ 90 കോടി സിനിമ നേടിയിട്ടുണ്ടാവും. ഇന്നും നാളെയും ഇതുപോലുള്ള കളക്ഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യ ഒരാഴ്ച കൊണ്ട് സിനിമ 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കും. അല്ലാതെ 4 ദിവസം കൊണ്ടോ 5 ദിവസം കൊണ്ടോ സിനിമയ്ക്ക് 100 കോടി സ്വന്തമാക്കാൻ സാധിക്കില്ല. എന്തായാലും സിനിമ വലിയ വിജയം തന്നെയാണ്. പിന്നെ വീക്കെൻഡ് കളക്ഷനിൽ വലിയ റെക്കോർഡാണ് ആട് 3 തീർത്തിരിക്കുന്നത്. ഏറ്റവും വലിയ വീക്കെൻഡ് കളക്ഷൻ അത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നാം സ്ഥാനത്ത് എമ്പുരാൻ എന്ന സിനിമ തന്നെയാണ്. ആദ്യ 4 ദിവസം കൊണ്ട് 175 കോടി 60 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. അത് വലിയൊരു കളക്ഷനാണ്. അത് മറികടക്കുക എന്നുള്ളത് പ്രയാസമേറിയ ഒരു കാര്യമാണ്. അടുത്ത കാലത്തൊന്നും ഒരു സിനിമയ്ക്കും എമ്പുരാന്റെ റെക്കോർഡ് മറികടക്കാൻ സാധിക്കില്ല. എമ്പുരാന്റെ ആദ്യ വീക്കെൻഡ് കളക്ഷൻ 175 കോടി 60 ലക്ഷം രൂപ. രണ്ടാം സ്ഥാനത്തുള്ളത് ആട് 3 ആണ്. ആട് 3 82 കോടി 53 ലക്ഷം രൂപ. രണ്ടാം സ്ഥാനത്ത് ആട് 3 ആണ്. തീർച്ചയായും വലിയൊരു കാര്യമായിട്ടാണ് അതിനെ കാണുന്നത്. മൂന്നാം സ്ഥാനത്ത് മോഹൻലാലിന്റെ തന്നെ തുടരും എന്ന സിനിമയാണ്. 69 കോടി 20 ലക്ഷം രൂപ. നാലാം സ്ഥാനത്ത് ലോക എന്ന കല്യാണി പ്രിയദർശൻ സിനിമയാണ്. സിനിമ 66 കോടി 30 ലക്ഷം രൂപ. അഞ്ചാം സ്ഥാനത്തുള്ളത് ആടുജീവിതം എന്ന പൃഥ്വിരാജ് സിനിമയാണ്. 64 കോടി 10 ലക്ഷം രൂപ. ഇതിൽ തുടരും എന്ന സിനിമയ്ക്ക് വെറും 3 ദിവസമാണ് ആദ്യ വീക്കെൻഡിൽ കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയുന്നു. 3 ദിവസം കൊണ്ടാണ് തുടരും എന്ന സിനിമ 69 കോടി 20 ലക്ഷം രൂപ നേടിയെടുത്തത്. 4 ദിവസം കിട്ടിയിരുന്നു എങ്കിൽ, അതായത് മറ്റുള്ള സിനിമകളെ പോലെ 4 ദിവസം കിട്ടിയിരുന്നു എങ്കിൽ തീർച്ചയായും 90 കോടിക്ക് മുകളിൽ സിനിമ നേടിയെടുത്തേനെ ആദ്യ വീക്കെൻഡിൽ. എന്തായാലും ജയസൂര്യയുടെ ആട് 3 വലിയ വിജയമാണ് നേടുന്നത്. കളക്ഷൻ കുറയുന്നുണ്ടെങ്കിലും സിനിമ 100 കോടി പിന്നിട്ട് 150 കോടിക്കടുത്ത് വന്ന് നിൽക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഒരുപക്ഷെ വെക്കേഷൻ ആകുമ്പോൾ കളക്ഷൻ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ 200 കോടിയും നേടിയേക്കാം. എന്തായാലും ജയസൂര്യയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായി ആട് 3 മാറുന്നു. അടുത്തതായിട്ട് ജയസൂര്യയുടേതായിട്ട് വരാനിരിക്കുന്ന സിനിമ കത്തനാരാണ്. ആ സിനിമയിലും വലിയ പ്രതീക്ഷയാണ്. ആ സിനിമയും 100 കോടി നേടും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം ആട് 3 എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനായിട്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.